ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാൻ കേരളത്തിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ നമ്മുടെ ബാംഗ്ലൂരിലുള്ള വിശേഷങ്ങൾ ഇന്നത്തോടെ അവസാനിക്കുന്നുണ്ടോ. ഞാനിപ്പോൾ ഉള്ളത് വൈറ്റ് ഫീൽഡ് മെട്രോ സ്റ്റേഷനിലാണ്. മെട്രോ കയറി കുറച്ച് സമയമായി. ഇപ്പോൾ എൻ്റെ സിസ്റ്റർ അവൾ ഞങ്ങളെ ഡ്രോപ്പ് ചെയ്തിട്ട് റിട്ടേൺ പോയി. ഞാൻ ബാംഗ്ലൂരിലേക്ക് വന്നത് സിസ്റ്ററിനോടൊപ്പമായിരുന്നു. തിരിച്ചു പോകുന്നത് എൻ്റെ ഫാദറിനോടൊപ്പമാണ്. അപ്പോൾ നമ്മൾ വൈറ്റ് ഫീൽഡിൽ നിന്ന് നേരെ മെജസ്റ്റിക്കിലേക്കാണ് പോകുന്നത്. മെജസ്റ്റിക്കിൽ നിന്ന് നമ്മൾ മെട്രോ മാറി കയറിയിട്ട് നേരെ യശ്വന്തപുരം പോയിട്ടാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ യശ്വന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ ട്രെയിൻ യശ്വന്തപുരം ടു കണ്ണൂരാണ്. പിന്നെ ഇവിടെ ഓൾറെഡി നിർത്തിയിട്ട ട്രെയിൻ ആയതുകൊണ്ട് തന്നെ നമുക്കധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ കയറി. നമ്മൾ കയറിയ ഉടനെ തന്നെ ഫുഡ് കഴിച്ചു. പിന്നെ എൻ്റെ മോളുടെ ഇത് ഫസ്റ്റ് ട്രെയിൻ യാത്രയാണ്. അവളങ്ങനെ അടങ്ങിയിരിക്കുന്നൊന്നുമില്ല, കുറുമ്പ് കാണിക്കുകയായിരുന്നു. പിന്നെ ട്രെയിൻ എടുത്തപ്പോൾ ഒക്കെ ആൾ ഓക്കെ ആയി. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളിപ്പോൾ ബാംഗ്ലൂരിനോട് ബൈ ബൈ പറഞ്ഞു. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പോൾ ബാംഗ്ലൂർ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മളങ്ങനെ യൂട്യൂബിൽ കുറച്ചൊക്കെ ഒന്ന് ആക്റ്റീവായിരുന്നു. ഇനിയിപ്പോൾ നാട്ടിൽ പോയി അവിടെ നിന്ന് കുറച്ച് കണ്ടൻറ്റൊക്കെ ഉണ്ടാക്കി വരുമ്പോഴേക്കും ഒരുപാട് സമയമെടുക്കും. ഇപ്പോൾ സമയം 6:15, പക്ഷെ കണ്ടാ പറയില്ല. നമ്മളിപ്പോൾ ഷൊർണൂർ ജംഗ്ഷൻ അങ്ങ് വിട്ടു. നമ്മളിപ്പോൾ നമ്മുടെ സ്വന്തം കേരളത്തിലെത്തിയിരിക്കുകയല്ലേ. സത്യം പറഞ്ഞാൽ ഈ പച്ചപ്പൊക്കെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ ഓം ശാന്തി ഓം ശാനയിൽ രഞ്ജി പണിക്കർ പറഞ്ഞ ഡയലോഗാണ്. നമ്മുടെ കേരളത്തിൻ്റെ ഹരിതാപവും പച്ചപ്പൊക്കെ ശരിക്കും ഒന്ന് ആസ്വദിക്കേണ്ടത് തന്നെയാണല്ലേ. കഥ പറഞ്ഞ് സമയം പോയത് അറിഞ്ഞില്ല. എൻ്റെ മോളിപ്പോഴും ഉറക്കിലാണ്. ഇപ്പോൾ സമയം ഏകദേശം 7 മണിയായി തുടങ്ങി. ഞങ്ങൾ ഏകദേശം ഇറങ്ങാറായി. ഞങ്ങൾ പരപ്പനങ്ങാടി സ്റ്റേഷനിലാണ് ഇറങ്ങുന്നത്. പരപ്പനങ്ങാടി എത്താറായപ്പോൾ ലഗേജൊക്കെ എടുത്ത് ഇങ്ങനെ ഇറങ്ങാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കുകയാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഇപ്പോൾ ഞാൻ പരപ്പനങ്ങാടി സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഒരു വ്ളോഗ് ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടവരൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് നമ്മുടെയൊക്കെ വിജയം. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാൻ സാധിക്കട്ടെ. അതുവരേക്കും ബൈ.